താഴെ വെള്ളയാട്ട് സുദർശന മഹാവിഷ്ണു ക്ഷേത്രം എന്ന ഈ ക്ഷേത്രം ഒരു 1000-ഓളം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പഴമക്കാരിൽ നിന്നും തലമുറയായി നമുക്ക് പറഞ്ഞു കിട്ടിയ അറിവ്. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 2000 ആണ്ടോടുകൂടിയാണ് ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം തന്നെ കൂടിച്ചേർന്നുകൊണ്ട് പുനരുദ്ധാരണം നടത്തുകയും ക്ഷേത്രം ഇന്ന് ഈ അഭിവൃദ്ധി പ്രാപിച്ച നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ കൂട്ടായ്മയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മറ്റെല്ലാ വകഭേദങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നിക്കുന്ന ഒരു ക്ഷേത്രമുറ്റമാണ് ഈ സുദർശന മഹാവിഷ്ണു ക്ഷേത്രം. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും ഇവിടെ ഒത്തുചേരുകയും ഉച്ചഭക്ഷണത്തോടു കൂടി തന്നെ ഒരു പൊതു ഭജന പരിപാടിയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ എല്ലാ മാസവും ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രതിഷ്ഠാ വാർഷികത്വമായ ഇന്ന് 1500ഓളം പേർക്ക് ഭക്ഷണവും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ സമർപ്പണവും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഐക്യത്തിന് വിളിച്ചോതുന്ന തരത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം. മറ്റൊരുവിധ മാറ്റിവെക്കലുകളില്ലാതെ കൂടിച്ചേരലുകൾക്ക് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരൊറ്റ അജണ്ട മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രദേശം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് ഈ ക്ഷേത്ര കമ്മിറ്റിയും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതായിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ കൂട്ടായ്മ വിളിച്ചോതുന്ന ഈ ഒരു നല്ല സംരംഭത്തിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കും. ഇവിടെ ഇന്ന് ഉത്സവം നടക്കുന്നത് പിന്നെ തന്ത്രി ഏത് തന്ത്രി അങ്ങനെ ഒരു തന്ത്രി ഉണ്ടാവുമല്ലോ, താഴെനെല്ലൂർ പത്മനാഭ ക്ഷേത്രത്തിലുള്ള തന്ത്രിയാണ് ഈ ക്ഷേത്രം കാലാകാലങ്ങളിലായിട്ടുള്ള ഇവിടുത്തെ തന്ത്രിവര്യരായി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം പുനരുദ്ധാരണ പരിപാടിയാണ്, ഉത്സവമാണ് നടക്കുന്നത്. പുനരുദ്ധാരണ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പം ഇവിടെ കാണാൻ കഴിഞ്ഞത് ചുറ്റുമതിൽ ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ ചുറ്റുമതിൽ ഈ വർഷം ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ 2000-ന് ശേഷം പടിപടിയായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ഭൂമി ഒന്നും തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ കൈവശമായിരുന്നില്ല. അപ്പോൾ വളരെ വലിയ ത്യാഗപൂർണ്ണമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യം കമ്മിറ്റി, അതായത് 2010 കൂടി ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ഭൂമി കമ്മിറ്റി പിന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് കൈവശപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനം ചുറ്റുമതിലും അനുബന്ധ കാര്യങ്ങളുമാണ്. അതേപോലെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടക്കുന്ന നടപ്പാതയും നടപ്പന്തലും ഒക്കെ തന്നെ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി ബാക്കി കിടക്കുന്നത് ഇതിന്റെ ഭക്ഷണപ്പുരയും അതോടൊപ്പം തന്നെ മറ്റ് ചുറ്റുമതിലുമാണ്, ക്ഷേത്രത്തിന്റെ ആണ്. ഇപ്പോൾ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ചുറ്റുമതിലിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ഇതിന്റെ സ്ഥലത്തിന്റെ ഭാഗമായിട്ടുള്ള ചുറ്റുമതിലും ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ അന്നപുരയും കൂടിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ളത്. ഒട്ടനവധി ലക്ഷ്യം ഈ കമ്മിറ്റിക്ക് ഇനിയും മുന്നോട്ടായിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ അന്നദാനപുര വളരെ മാസത്തിൽ ഒരു പ്രാവശ്യം എല്ലാവരും ഒത്തുചേരുകയും അവർക്ക് സൗകര്യപ്രദമായ രീതിയിലേക്ക് അടുക്കളയും അതിന്റെ അന്നദാനവും നടത്തുന്നതിനുള്ള പ്രവർത്തനത്തിനുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. അതിനുവേണ്ടി മുഴുവൻ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിനകത്ത് സഹകരിക്കണമെന്നും ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇന്നലെ വരെയുള്ള പൂർത്തീകരണത്തിനകത്ത് ഞങ്ങളൊക്കെ തന്നെ കൃതാർത്ഥരാണ്. അതോടൊപ്പം തന്നെ ഇനിയുള്ള ലക്ഷ്യവും പൂർത്തീകരിക്കപ്പെടുന്നതിന് കഴിയുമെന്ന് തന്നെയാണ്. ഇനി ഭക്തജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുമെന്നതിന്റെ പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം ഈ കമ്മിറ്റിക്കുണ്ട്. നമസ്കാരം. സുദർശന മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഗുരുസ്വാമിയാണ് അങ്ങ് അല്ലേ? അപ്പോൾ എത്ര വർഷമായി ഇപ്പം ഇവിടെ? എത്ര വർഷമായി ഇവിടെ ഗുരുസ്വാമിയായിട്ട്? 50 വർഷമായി. അപ്പോൾ ഒരുപാട് പേർക്ക് പിന്നെ ശബരിമലയ്ക്ക് പോകാനുള്ള ഭാഗ്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഒരുപാട് പേർക്ക് പിന്നെ മാല കൊടുക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും സുദർശന മഹാവിഷ്ണുവിൻ്റെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ പേര് ബാലകൃഷ്ണൻ.
कृष्ण मुक्तिदायक विमलपालक कृष्ण वल्लभीपते कमललोचन कृष्ण कामदायक जय जनार्दन कृष्ण राधिकापते जनविमोचन कृष्ण जन्ममोचन विमलगात्रवा कृष्ण भक्तवत्सला चरणपल्लवं कृष्ण करुणकोमलं कुवलयेक्षणा कृष्ण कोमलाकृते तव पदाम्बुजं कृष्ण शरणमेकणे भुवननायका कृष्ण पावनाकृते गुणगणोज्ज्वला कृष्ण नलिनलोचना